നീ എൻ ജീവനിൽ ഭാഗം 4. ഞാൻ നിന്നിൽ പൂർണ്ണമായിട്ടും പെയ്തൊഴിയുമ്പോൾ അപ്പോൾ നിന്റെ ശരീരം ഇതുപോലെ പൂത്തുളഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വളരെ പതിയെ പറയുന്നത് കേട്ടതും അവൾ പെട്ടെന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു. അപ്പോഴും അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. ദക്ഷ, അവൾ മുഖമുയർത്താതെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ മൂളി. ലവ് യു സോ മച്ച്. നീ ഇല്ലെങ്കിൽ ഈ ശ്രീദേവ് പൂർണ്ണനാകില്ല. അത് തിരിച്ചറിഞ്ഞ ഒരു വർഷക്കാലം എൻ്റെ മുന്നിലുണ്ട്. അവൻ പറഞ്ഞതും പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു. വേണ്ട ദേവ്, ഇനി അതിനെപ്പറ്റി സംസാരിക്കല്ലേ, എനിക്കിനി അതൊന്നും കേൾക്കണ്ട, അവൾ പറഞ്ഞു. സോറി ദക്ഷ. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ 2 കൈകളും അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ഒരിക്കലും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് പഴയ ഓർമ്മകളൊന്നും കടന്നു വരില്ല, പ്രോമിസ്. അവൻ പറഞ്ഞുകൊണ്ട് അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങി അവൻ്റെ വിരിഞ്ഞ നനവുള്ള ആ ദൃഢമായ നെഞ്ചിൽ അവൾ നിന്നു. ദക്ഷ, നമ്മൾ തീരുമാനിച്ച കാര്യം മാറ്റിവെച്ചാലോ? നാളെ പോയാലോ? അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ നോക്കി. 2 പിരികവും പൊക്കി മതിയോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തുപറ്റി? മറ്റെന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? അവൾ ചോദിച്ചു. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ നിമിഷം വരെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ തിരക്കാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ അപ്പോൾ കണ്ട ആ കുസൃതി നിറഞ്ഞ ഭാവം കണ്ടതും ദക്ഷ പെട്ടെന്ന് അവൻ്റെ അടുത്തു നിന്നും അകന്നു മാറാൻ നോക്കി. എന്നാൽ അവൻ്റെ ദൃഢമായ കൈകൾ അവളുടെ ഇടുപ്പിൽ മുറുകിയിരുന്നു. അവളുടെ ചുരിദാറിൻ്റെ മുൻവശം അവൻ്റെ നെഞ്ചിലെ വെള്ളത്തുള്ളികളാൽ നനഞ്ഞിരുന്നു. ദേവ്, വേഗം റെഡിയായിക്കേ. അവൾ അവനെ തള്ളി മാറ്റി. അവൾ പുറത്തേക്ക് പോകാൻ പോയതും എങ്ങോട്ടാ? ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് അവൻ അവളെ കയ്യിൽ പിടിച്ചു നിർത്തി. വേഗം ദേവ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അവർ 2 പേരും ഇറങ്ങി വരുന്നത് കണ്ടതും, ഈശ്വര, ഇവര് 2 പേരും ഇങ്ങനെയാണോ പോകാൻ പോകുന്നത്? എന്നാൽ ബോഡി ഗാർഡ്സിന് പണിയാകും, അവരെ നോക്കിക്കൊണ്ട് ശരണ്യ പറഞ്ഞു. അത് സത്യമാണ്, പക്ഷേ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ പുറത്തു പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? അവര് പോയിട്ട് വരട്ടെ. അവരെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു. പോയിട്ട് വരട്ടെ, ഞങ്ങൾക്കും സന്തോഷം തന്നെയാണ്. 2 പേരും ഹണിമൂൺ ആണല്ലോ. അപ്പോഴേക്കും 2 പേരും താഴെ എത്തിയിരുന്നു. ദക്ഷയുടെ അതേ കളറിലുള്ള തന്നെ ഷർട്ടും ജീൻസുമായിരുന്നു ശ്രീദേവിന്റെ വേഷം. അതെ, ബോഡി ഗാർഡ്സ് ഒന്നും ഒരുപാട് വേണ്ട, 1-2 പേര് മതി. അതും ഞങ്ങളിൽ നിന്ന് കുറച്ച് ദൂരം അകലം വിട്ട് നടന്നാൽ മതി, ശ്രീദേവ് പറഞ്ഞു. ശ്രീദേവ്, ഇത് പ്രശ്നമാകുമേ? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് പറയില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ പെണ്ണിനെ ഞാൻ സേഫായിട്ട് ഇവിടെ തിരിച്ചെത്തിച്ചിരിക്കും, ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. ശ്രീദേവിൻ്റെ ലക്ഷറി കാർ പുറത്തുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യാനായി ഡ്രൈവർ വന്നതും താക്കോൽ വാങ്ങി ശ്രീദേവ് തന്നെ ഡ്രൈവ് ചെയ്യാനായിട്ട് കയറി. അവരുടെ ഇടയിലേക്ക് ഡ്രൈവർ പോലും വേണ്ട എന്നായിരുന്നു ശ്രീദേവിൻ്റെ തീരുമാനം. ദക്ഷയ്ക്കും സന്തോഷം തന്നെയായിരുന്നു. 2 പേരും ഒത്തിരി സന്തോഷത്തോടെ ആ യാത്ര ആസ്വദിച്ചു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് ശ്രീദേവ് പോയത്. എയർപോർട്ടിൽ ശ്രീദേവിനെയും ദക്ഷയെയും കണ്ട് ഒരുപാട് പേർ ഫോട്ടോ എടുക്കാനും മറ്റും അടുത്തേക്ക് വന്നെങ്കിലും സെക്യൂരിറ്റി അവരെ എല്ലാം തടഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ എയർപോർട്ടിനകത്തേക്ക് എത്തിച്ചു. അപ്പോഴും കൈവിടാതെ തന്നെ ശ്രീദേവ് ദക്ഷയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ്. തിരുവനന്തപുരം എയർപോർട്ടിൽ ശ്രീദേവിനെ കാത്ത് കാറ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും ശ്രീദേവ് തന്നെ ദക്ഷയും കൊണ്ട് ഡ്രൈവ് ചെയ്ത് ബാലരാമപുരം എന്ന നേത്തി ഗ്രാമത്തിലേക്കാണ് പോയത്. അവിടെ ചാലിയാർ ഗോത്ര തെരുവുകളിലേക്ക്. അവൾക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളും അവന് വേണ്ടിയുള്ളതും വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയുള്ള വസ്ത്രങ്ങൾ ശ്രീദേവ് വാങ്ങി. ദക്ഷയ്ക്കായിട്ട് ഒത്തിരി സെറ്റ് മുണ്ടുകൾ വാങ്ങി. വീട്ടില് എപ്പോഴും ഞാൻ ഇത് തന്നെ ഇടണമെന്ന് നിർബന്ധമാണോ? ദക്ഷ ചോദിച്ചു. എൻ്റെ ഒരു ആഗ്രഹമാണ് നിന്നെ എപ്പോഴും ഈ വേഷത്തിൽ കാണാൻ. എനിക്ക് എന്തിഷ്ടാണെന്നറിയോ? ഞാൻ പറഞ്ഞതേയുള്ളൂ, പിന്നെ എപ്പോഴും വേണമെന്ന് ഞാൻ പറയില്ല. നമ്മൾ 2 പേരും മാത്രമുള്ളപ്പോൾ. എറണാകുളത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വില്ലയിലേക്കാണ്. അവിടെ ഞാനും എൻ്റെ ദക്ഷപ്പെണ്ണും മാത്രമേ ഉണ്ടാവൂ. അപ്പോഴെല്ലാം ഈ വേഷത്തിൽ കാണുകയാണെങ്കിൽ ഒരു മനസ്സുഖം. അവൻ പതിയെ ചെവിയിൽ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഒരു കുസൃതി ചിരിയോടെ അവളെ നോക്കി നിൽക്കുന്നത് കണ്ടതും, എപ്പോഴും പറ്റില്ല, വല്ലപ്പോഴും ആകാം, അവൾ പറഞ്ഞു. ആയിക്കോട്ടെ. അവിടെ നിന്നും എല്ലാം കഴിഞ്ഞ് ശ്രീദേവിന് തിരുവനന്തപുരത്ത് പത്മനാഭ ക്ഷേത്രത്തിനോട് സമീപം ഒരു വീടുണ്ടായിരുന്നു. അവിടെ വന്ന് അവർ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. രാവിലെ ശ്രീ പത്മനാഭനെയും
ആറ്റുകാൽ അമ്മയെയും കണ്ട് തൊഴുത് തിരിച്ചു പോരാൻ എന്നായിരുന്നു തീരുമാനം. പിറ്റേന്ന് വൈകിട്ടാണ് എറണാകുളത്ത് വെച്ച് നടക്കുന്ന അവരുടെ വെഡ്ഡിങ്ങിന്റെ ഗ്രാൻഡ് ഫംഗ്ഷൻ നടക്കുന്നത്. അതിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി വിശുദ്ധിനെയും റോയിയെയും ശങ്കറിനെയും എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ടെൻഷനും കൂടാതെ ശ്രീദേവ് അവന്റെ പെണ്ണിന്റെ ഒപ്പം നിന്നു. ശ്രീദേവ് പറഞ്ഞതനുസരിച്ച് അവർക്കുള്ള ഫുഡ് എത്തിയിരുന്നു. അവിടെ അങ്ങനെ ഒരു വീടുള്ള കാര്യം അവൾക്ക് അറിയില്ലായിരുന്നു. മനോഹരമായ ഒരു ഇരുനില വീടായിരുന്നു. എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും നിറഞ്ഞ വലിയൊരു വീട്. വീട് കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞ് ശ്രീദേവ് അവളെ ഫ്രഷ് ആവാനായി റൂമിലേക്ക് പറഞ്ഞു വിട്ടു. മാറാനുള്ള ഡ്രസ്സും എല്ലാം പുതിയത് വാങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ശ്രീദേവിന്റെ മൊബൈലിൽ വന്ന ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്തുകൊണ്ട് അവൻ ഹാളിൽ തന്നെ ഇരുന്നു. ശ്രീദേവ്, സഞ്ജയ് പ്രഭാകറിനെ കോടതി വെറുതെ വിട്ടു. അയാൾ ചെയ്ത എല്ലാ തെറ്റുകളും അയാളുടെ പിയുടെ തലയിലേക്ക് വെച്ചുകൊണ്ട് അയാൾ രക്ഷപ്പെടുകയായിരുന്നു. എല്ലാവിധ തെളിവുകളും സഞ്ജയ് പ്രഭാകറിന് അനുകൂലമായിരുന്നു. അതിന് പിന്നിൽ നല്ലൊരു ചരടുവലി തന്നെ നടത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കണ്ടതും ശ്രീദേവ് വേഗം തന്നെ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഇപ്പോൾ സഞ്ജീവ് എവിടെയുണ്ട്? അതറിയില്ല, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. സഞ്ജീവ് കോടതിയിൽ നിന്നും ഇറങ്ങിയിട്ട് എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. പിന്നെ ഈ കുറ്റം ഏറ്റെടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് കോടികളാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, എത്രയും പെട്ടെന്ന് അയാളെ ജാമ്യത്തിൽ ഇറക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും കൊടുത്തിട്ടുണ്ട് സഞ്ജീവ് പ്രഭാകർ. അത് കേട്ട് ശ്രീദേവ് അമർത്തി ഒന്ന് മൂളി. എത്രയും പെട്ടെന്ന് അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയണം. അവൻ പുറത്തുള്ളപ്പോൾ ദക്ഷയ്ക്ക് ആപത്താണ്, ശ്രീദേവ് പറഞ്ഞു. അതെ ശ്രീദേവ്, കാരണം കോടതിയിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൻ എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. അതിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നിന്റെ സുഹൃത്തും നമ്മൾ തമ്മിലുള്ള നല്ല റിലേഷനും എപ്പോഴും കോണ്ടാക്ട്സും ഉണ്ടെന്ന് അറിയുന്നത് കൊണ്ട് എനിക്കൊരു വാണിംഗ് തന്നതായിട്ടാണ് തോന്നുന്നത്, നിതിൻ പറഞ്ഞു. ശരി, നീ ഫോൺ വയ്ക്ക്, ഞാൻ എൻ്റെ ആളുകളെ വിളിച്ച് ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ശ്രീദേവിന്റെ ആളുകളെ ഫോൺ ചെയ്തു. സഞ്ജയ് പ്രഭാകർ കോടതിയിൽ നിന്നും ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. അവൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ദക്ഷ ഫ്രഷായി ഇറങ്ങി വന്നിരുന്നു. മുകളിൽ നിന്നും ഒരു ബ്ലൂ കളർ പുളിയിലക്കര മുണ്ടും നേരിയതും ബ്ലൂ കളർ ബ്ലൗസും എടുത്ത് ഇറങ്ങി വരുന്ന ദക്ഷയെ കണ്ട് ശ്രീദേവ് സോഫയിൽ നിന്നും എഴുന്നേറ്റു. സെറ്റുമുണ്ട് ഞൊറിഞ്ഞെടുത്തുകൊണ്ട് അത് നേരെയാക്കി ഇറങ്ങി വരികയായിരുന്നു. അവളുടെ അടുത്തേക്ക് അവൻ നടന്നു. ഇത്രയും നേരം മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ വഴിമാറുന്നത് ശ്രീദേവ് അറിഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നതും അവളും അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തുപറ്റി? ബുദ്ധിമുട്ടാണോ ദക്ഷ ഇത് ഉടുത്തിട്ട്? അവൻ ചോദിച്ചു. ഇല്ല ദേവ്, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഞാനൊരു 20-30 വർഷം പുറകിലേക്ക് പോയതുപോലെ തോന്നുന്നു. ആ കാലഘട്ടത്താണല്ലോ പഴയ വീട്ടമ്മമാര് എല്ലാവരും ഇതുപോലെയുള്ള വേഷത്തിൽ ഉണ്ടായിരുന്നത്, അവൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദക്ഷ, ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ പറയുന്നത്. പഴയ തലമുറ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം നല്ല കാര്യങ്ങളായിരുന്നു. ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത് അത്ര നല്ലതുമല്ല. അതുകൊണ്ടാണ് പഴമയിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞത്, ശ്രീദേവ് പറഞ്ഞു. അങ്ങനെ പഴമയിലേക്ക് പോവുകയാണെങ്കിൽ അത്രയും പറഞ്ഞ് അവൾ നിർത്തി. അവൻ്റെ മുഖത്തേക്ക് നോക്കി. ബാക്കി കൂടി പറ, അവൻ പറഞ്ഞു. അല്ല ഒന്നുമില്ല, ഞാൻ ഫുഡ് എടുത്തു വയ്ക്കാം, ദേവ് ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, അവൾ പറഞ്ഞുകൊണ്ട് അവനെ മറികടന്ന് പോകാൻ പോയതും പെട്ടെന്ന് അവൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്തു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് മുഴുവനായിട്ട് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പകുതിക്ക് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ എനിക്കെങ്ങനെയാണ് മനസ്സിലാവുന്നത്? അവൻ പറഞ്ഞു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച്, അവൾ ചോദിച്ചു. ഇല്ലേ, പറഞ്ഞില്ലേ? ആ പറഞ്ഞു വന്നത് മുഴുവനായിട്ടും പൂർത്തിയാക്ക്, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അതൊന്നുമില്ല, ഞാൻ എന്തു പറയാൻ വന്നു അത് മറന്നു, അവൾ പറഞ്ഞു. അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവൻ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടണുകൾ ഓരോന്നായി അവൾ അഴിക്കാൻ തുടങ്ങി. അവൾ അഴിക്കുന്ന ഷർട്ടിൻ്റെ ബട്ടണുകളിലേക്ക് ഒന്ന് നോക്കി. അവൻ കൂടുതൽ അവനിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു. മറന്നു പോയല്ലേ എൻ്റെ ദക്ഷപ്പെണ്ണ് എന്ന് ഞാൻ പറയാം. നമ്മുടെ പൂർവികർ നാണം മറയ്ക്കാൻ മാത്രം വസ്ത്രം ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതിനു മുന്നേ അതും അത്രയും പറഞ്ഞതും അവൾ അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ, എനിക്ക് വിശക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. എനിക്കും വിശപ്പുണ്ട്, അത് പക്ഷേ ഭക്ഷണം കഴിക്കാനുള്ളത് അല്ല മോളെ. ഈ വേഷത്തിൽ കാണുമ്പോൾ
വിശപ്പ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ഇതൊടുക്കാൻ ചെറിയൊരു മടിയും, അവൾ പറഞ്ഞു. അല്ലാതെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അവൻ ചോദിച്ചു. അപ്പോ ഇഷ്ടപ്പെട്ടു അല്ലേ? അവൻ ചോദിച്ചതും പിന്നല്ലാതെ, ഈ വേഷം ഇഷ്ടപ്പെടാത്ത ഏത് പെൺകുട്ടികളാണ്, അല്ലെങ്കിൽ ഏത് സ്ത്രീകളാണുള്ളത്? അവൾ പറഞ്ഞു. അതെ, പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ സ്ത്രീകൾ ഒരുങ്ങി വരുന്നത് കാണുമ്പോൾ എല്ലാ പുരുഷന്മാർക്കും ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. ഞങ്ങളുടെ വികാരമാണ് സെറ്റുമുണ്ട്, സെറ്റ് സാരി, നോർമൽ സാരി എല്ലാം. അതുകൊണ്ടല്ലേ ഈ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ പെണ്ണുങ്ങളെ നല്ല സെറ്റുമുണ്ടൊക്കെ കൊടുത്ത് റൂമിലേക്ക് പറഞ്ഞു വിടുന്നത്? ശ്രീദേവ് പറഞ്ഞതും, സാറ് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് എക്സ്പീരിയൻസ് ആണ് അല്ലേ? ദക്ഷ ചോദിച്ചതും, അതെ, എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. ഇത്രയും എന്നെ അടുത്തറിഞ്ഞിട്ടും അത് മനസ്സിലായില്ലല്ലോ എൻ്റെ കൊച്ചിന്. അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ മാറിനെ മറച്ചിരുന്ന നേരിയതിൻ്റെ ഭാഗം പതിയെ താഴ്ത്തി അവളുടെ ബ്ലൗസിന് മുകളിൽ കൂടി മാറിൽ അമർത്തി കടിച്ചു. അവൾ അവൻ്റെ പിൻകഴുത്തിലെ മുടിയിലായി കൊരുത്തു വലിച്ചു. അവളിൽ നിന്നും എരിവ് വലിക്കുന്നത് പോലെയുള്ള ശബ്ദം കേട്ടതും അവൻ പതിയെ അമർത്തി ചുംബിച്ചുകൊണ്ട് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ കണ്ണുകൾ മുറുക്കിയടച്ച് പിന്നിലേക്ക് വളഞ്ഞു നിൽക്കുകയാണ്. അവൻ അവളെ വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട്, വേദനിച്ചോ? അവൻ ചോദിച്ചതും പെട്ടെന്ന് അവൾ അഴിച്ച ഷർട്ടിൻ്റെ മുകളിലെ 2 ബട്ടണുകൾക്ക് ഇടയിലൂടെ അവൻ്റെ നെഞ്ചിൽ അമർത്തി കടിച്ചു. എന്നിട്ട് അവിടെ അമർത്തി ചുംബിച്ചു. പിന്നെ മുഖമുയർത്തി ശ്രീദേവിനെ നോക്കി. കണ്ണുകൾ അടച്ചു നിൽക്കുന്ന അവനെ കണ്ടതും, വേദനിച്ചോ? അവൾ തിരിച്ചു ചോദിച്ചു. അവൻ പതിയെ കണ്ണ് തുറന്ന് അവളെ നോക്കി. ഇല്ല, നല്ല സുഖമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ശരീരത്തിന് പല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട് നിന്റെ ആ പ്രവൃത്തി കാരണം. അതിനുള്ള പരിഹാരവും നീ തന്നെ കണ്ടെത്തിയേ തന്നാൽ മതി, അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ ഇടുപ്പിൽ മുറുകെ അമർത്തി. നഗ്നമായ അവളുടെ ഇടുപ്പിൽ ശ്രീദേവിൻ്റെ കൈകൾ അമർത്തുമ്പോൾ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് ചേർത്തു. അവൾ ഉപയോഗിച്ചിരിക്കുന്ന ബോഡി വാഷിൻ്റെ മണവും പിന്നെ അവളുടെ ശരീരത്തിനുള്ള പ്രത്യേക മണവും എല്ലാം കൂടി അവനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ ആയിരുന്നു. അവൻ്റെ ചുണ്ടും നാവും അവളുടെ കഴുത്തിലും അവളുടെ ചെവിയിലും എല്ലാം ഓടി നടക്കാൻ തുടങ്ങി. ശ്രീദേവിൻ്റെ ആ പ്രവൃത്തിയിൽ ദക്ഷയുടെ ശരീരവും മനസ്സും എല്ലാം തളർന്നു തുടങ്ങി. അവന് അടിമപ്പെട്ടു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ശ്രീദേവിൻ്റെ ഫോൺ റിങ് ചെയ്തതും അവൾ അവനെ തള്ളി മാറ്റി ദീർഘനിശ്വാസം വിട്ടു. ശ്വാസം ആഞ്ഞു വലിച്ചു. അവളുടെ ആ തളലിൽ പെട്ടെന്ന് പുറകിലേക്ക് പോയ അവൻ അവളെ ഒന്ന് നോക്കി. മീശ പിരിച്ച് കണ്ണുകൾ അടച്ച് ശ്വാസം വലിച്ചു വിടുന്ന അവളെ അവൻ നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ ചേർത്ത് പിടിച്ചു. എല്ലാ ദിവസവും യോഗ ചെയ്യണം, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിലേ ഇതുപോലെ ഇരിക്കും. അവൻ പറയുന്നത് കേട്ടും, എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയിട്ട് പറയുന്നത് കേട്ടേ? അവൾ പറഞ്ഞതും അത്രയ്ക്ക് വിഷമിച്ചോ? അവൻ ചോദിച്ചു. പിന്നെയും കട്ടായ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അവൾ ഫോൺ എടുക്കാൻ അവനോട് പറഞ്ഞു. ശ്രീദേവ് ടീപ്പോയിലിരുന്ന അവൻ്റെ ഫോൺ എടുത്തു. ദക്ഷ, ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡെല്ലാം എടുത്തു വയ്ക്ക്, ഞാൻ അപ്പോഴേക്കും ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് പടികൾ കയറി. അവൻ പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് നടന്നു. ശ്രീദേവ് ഓർഡർ പറഞ്ഞു കൊണ്ടുവന്ന ഭക്ഷണം കിച്ചണിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കിച്ചൺ തന്നെയായിരുന്നു അത്. ഒന്നിനും ആരെയും ആശ്രയിക്കേണ്ട അത്രയും സൗകര്യങ്ങളുണ്ടായിരുന്നു അതിന്. അവൾ വാങ്ങിയിരിക്കുന്ന ഫുഡെല്ലാം നോക്കി. എല്ലാം വെജിറ്റേറിയൻ ഫുഡാണ്. ഇന്ന് വൈകിട്ടും നാളെയും അമ്പലത്തിൽ പോകുന്നത് കൊണ്ടാണ് വെജിറ്റേറിയൻ ഫുഡെന്ന് അവൾക്ക് മനസ്സിലായി. മുകളിലേക്ക് പടികൾ കയറുമ്പോൾ തന്നെ ശ്രീദേവ് ഫോൺ എടുത്തിരുന്നു. ഹലോ ശ്രീദേവ് സാർ. പറഞ്ഞോളൂ മാർട്ടിൻ. സഞ്ജയ് പ്രഭാകർ ഹൈക്കോടതിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം നേരെ എയർപോർട്ടിലേക്കാണ് വന്നത്. അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് ഫ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സഞ്ജയ് പ്രഭാകർ തിരുവനന്തപുരത്തുണ്ട്. മറുഭാഗത്തു നിന്നുള്ള മാർട്ടിൻ്റെ സംസാരം കേട്ടതും ശ്രീദേവ് ഒരു നിമിഷം മിണ്ടാതെയിരുന്നു. മാർട്ടിൻ, അവൻ ഞങ്ങളെ ഫോളോ ചെയ്യുകയാണോ? ശ്രീദേവ് ചോദിച്ചു. സാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് അറിഞ്ഞപ്പോൾ എനിക്കും സംശയം തോന്നിയിരുന്നു. എന്തായാലും ഞങ്ങളും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് അവനെ സൂക്ഷിച്ചേ പറ്റൂ സാർ. ശരി, എന്തായാലും നിങ്ങളിവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഇന്ന് വൈകിട്ട് ഞാനും ദക്ഷയും
ശ്രീ പത്മനാഭന്റെ അടുത്തും ആറ്റുകാൽ അമ്മയുടെ അടുത്തും പോകുന്നുണ്ട്. നിന്റെ ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. അത് പക്ഷേ ദക്ഷയോ ആരും അറിയരുത്. പിന്നെ ഈ വീടിന് ചുറ്റും നിങ്ങളുടെ ആളുകൾ ഉണ്ടാവണം. പറഞ്ഞതുപോലെ തന്നെ ദക്ഷ കാണുകയോ അറിയുകയോ ചെയ്യരുത്, ശ്രീദേവ് പറഞ്ഞു. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, നാളെ എറണാകുളത്ത് വെച്ച് നടക്കുന്ന ഞങ്ങളുടെ വെഡ്ഡിംഗ് പാർട്ടിയിൽ നിങ്ങളുടെ എല്ലാ ആളുകളും എത്തിയിരിക്കണം. കനത്ത സുരക്ഷ തന്നെ വേണം. ദക്ഷയ്ക്ക് ചുറ്റും എപ്പോഴും നിങ്ങളുടെ കണ്ണുകൾ ഉണ്ടാകണം. ഒരു പോറൽ പോലും അവൾക്ക് ഏൽക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്നെ അറിയാലോ. അത്രയും പറഞ്ഞതും ഞങ്ങൾ ഉണ്ടാകും സർ, ഞങ്ങളുടെ ആളുകളും, മാർട്ടിൻ പറഞ്ഞു. ഗുഡ്. അവിടെ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ദക്ഷയുടെ കൂടെ നിന്റെ ആളുകൾ ഉണ്ടാവണം. അവൾ അറിയാതെ. പിന്നെ സഞ്ജീവ് പ്രഭാകറിന്റെ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന്റെ കൂടെയും നിന്റെ ആളുകൾ ഉണ്ടാകണം, ശ്രീദേവ് പറഞ്ഞു. ഉണ്ട് സാർ, എൻ്റെ ആളുകളെ അവനെ ഫോളോ ചെയ്യാൻ ഞാൻ വിട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള അവൻ്റെ ഫ്ലാറ്റിലേക്കാണ് അവൻ പോയിരിക്കുന്നത്. അതിനു മുന്നിൽ ഞങ്ങളുടെ ആളുകളുണ്ട്, മാർട്ടിൻ പറഞ്ഞു. അവനെ നമ്മൾ പിന്തുടരുന്നുണ്ടെന്ന് അറിയാത്ത രീതിയിൽ വേണം. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ശ്രീദേവ് പറഞ്ഞു. വേണ്ട സാർ, മനസ്സിലാകുന്നുണ്ട്. അത്രയും പറഞ്ഞ് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ സഞ്ജീവ്, നിനക്ക് മതിയായിട്ടില്ല അല്ലേ? പക്ഷെ നിനക്ക് ഞാൻ ആദ്യം ഒരു അവസരമാണ് തന്നത്, നീ ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ഒരു ശിക്ഷ. പക്ഷേ ഇനി നിനക്ക് ഒരവസരം ഈ ശ്രീദേവ് തരില്ല. ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നിന്നെ ഞാൻ ഇല്ലാതാക്കുകയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ശ്രീദേവ് ചെയ്യും. ശ്രീദേവ് പറഞ്ഞുകൊണ്ട് ഫോൺ ടേബിളിലേക്ക് വെച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. എപ്പോഴും പറയുന്നത് തന്നെയാണ്, സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.